കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ വെച്ച് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് നടത്തിയത്. ആ സമ്മിറ്റിൽ ഒരുപാട് നിക്ഷേപ അവസരങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ ഫോളോ അപ്പ് സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു. ഇപ്പോൾ 2 മാസത്തിന് ശേഷം വ്യക്തമായിട്ട് എന്തൊക്കെയാണ് നിലവിലത്തെ രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് നടന്നതും എത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റാണ് കഴിഞ്ഞ 2 മാസം കൊണ്ട് സംസ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിച്ചതെന്നും ഇപ്പോൾ സംസ്ഥാനത്തെ വ്യവസായ മന്ത്രി പി രാജീവ് പത്രസമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകരെ അറിയിച്ചിരിക്കുകയാണ്. ആ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. എന്തൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, മാത്രമല്ല ഇനി വരാനിരിക്കുന്ന മാസങ്ങളിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും വ്യക്തമായിട്ട് പി രാജീവ് പറയുന്നുണ്ട്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. സുപ്രധാനമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് ജീനോം പാർക്ക് വരാൻ പോകുന്നതിനെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കൊച്ചിയിൽ സംഘടിപ്പിച്ച IKGSൻ്റെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഓരോ മാസവും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ 4 എണ്ണമാണ് അതിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒന്ന് ജോയി ആലുക്കാസ് ഗ്രൂപ്പ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് 300 കോടിയുടെ, പോസിറ്റീവ് ചിപ്പ് ബോർഡ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് കമ്പനി 51 കോടിയുടെ, പിന്നെ വുഡ് അലയൻസ് പാർക്ക് വുഡ് മാനുഫാക്ചറിങ് കണ്ണൂർ 60 കോടി, പിന്നെ ഇറ്റാലിയൻ കമ്പനി ഡൈനാമേറ്റഡ് ഹോളോഗ്രാം AI ടെക്നോളജി 800 കോടി പ്രൊജക്റ്റാണ്. ആദ്യഘട്ടം ഇപ്പോൾ തുടക്കം കുറിച്ചു. ഇതുകൂടാതെ 8 എണ്ണം ഈ മാസം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. അത്താച്ചി ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സിൻ്റെ പാലക്കാട് 100 കോടി. സദർലൻഡിൻ്റെ ഒരു പ്രത്യേകത, അവർ 20 ഏക്കർ അല്ലേ, നേരത്തെ 25 ഏക്കർ നേരത്തെ ഏറ്റെടുത്ത് കിടന്നിരുന്നതാണ്. വർഷങ്ങളായി നിലച്ചു പോയതാണ്. അതിപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് IKGSൽ ഒപ്പുവെച്ചു. 1500 കോടിയുടെ പദ്ധതി, അത് ഈ മാസം തുടങ്ങും. പിന്നെ കല്യാണിൻ്റെ 500 കോടിയുടെ ഈ മാസം നിർമ്മാണം തുടങ്ങും. യാഷ സ്റ്റീൽ കമ്പനി പാലക്കാട് 110 കോടിയുടെ മെയ് മാസത്തിൽ തുടങ്ങും. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കൊല്ലം തൃശ്ശൂർ 200 കോടിയുടെ ഈ മാസം തുടങ്ങും. ഡെൽറ്റ അഗ്രിഗേറ്റ്സ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കാണ്, അത് പത്തനംതിട്ട ഈ മാസം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. പിന്നെ കൊച്ചി ഇന്ദ്രപ്രസ്ഥ 100 കോടിയുടെ ഈ മാസം തുടങ്ങും. ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ് 150 കോടി ഇൻവെസ്റ്റ്മെൻറ്റ്, അതും ഈ മാസം തുടങ്ങും. അങ്ങനെ 2675 കോടിയുടെ ഈ മാസം തുടങ്ങും. 1211 കോടിയുടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. അങ്ങനെ 8, 4, 12 ഈ മാസം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഓരോ മാസത്തെയും കണക്കുകളുണ്ട്. തൊട്ടടുത്ത മാസം തന്നെ 5 എണ്ണം തുടക്കം കുറിക്കാൻ കഴിയും. ബ്ലൂ സ്റ്റാർ റീറ്റെയിലേഴ്സ് ലിമിറ്റഡ് 600 കോടി, പിന്നെ അവിഗ്ന പ്രൈവറ്റ് ലിമിറ്റഡ് 100 കോടി, എയർപോർട്ട് ഗോൾഫ് വ്യൂ അത് ഹോട്ടൽസാണ് 127 കോടി, കേബോർഡ് റബ്ബർ കൺവെയർ ബെൽറ്റ് മാനുഫാക്ചറിങ് 70 കോടി, പിന്നെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആലപ്പുഴയിലെ പ്രൊജക്റ്റ് 220 കോടി, അത് അടുത്ത മാസം ജൂണിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് IKGSൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു ഉപദേശക സമിതി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. വ്യവസായ മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഈ സമിതിയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വൈസ് ചെയർമാനും KSIDC മാനേജിംഗ് ഡയറക്ടർ അതിൻ്റെ കൺവീനറുമാണ്. അതിലിപ്പോൾ CII ചെയർമാൻ കേരള ചാപ്റ്റർ, ഫിക്കി കേരള ചാപ്റ്ററിൻ്റെ ചെയർമാൻ, ASSIAയുടെ പ്രസിഡൻറ്റ്, പിന്നെ ASIDCയിലുള്ള ഇൻവെസ്റ്റർ ഡയറക്ടേഴ്സായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് ഡയറക്ടേഴ്സായിട്ടുള്ള C ബാലഗോപാൽ, അജു ജേക്കബ് MD സിന്തേറ്റ്, CJ ജോർജ് ജിയോജിത്ത് CMD, VK മാത്യൂസ് ചെയർമാൻ IBS, പിന്നെ വ്യാപാര വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടർ, കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ ഇവരടങ്ങുന്ന ഒരു ഉപദേശക സമിതി അത് എല്ലാ മാസവും ചേരുന്നതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിവിധ വകുപ്പുകളുമായിട്ടുള്ള ഏകോപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നതായിരിക്കും. ഇതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിൻ്റെ ഭാഗമായി തന്നെ
IKGS വന്ന തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്ക്, അതിൽ 60 ഏക്കറിൽ തന്നെ ജിനോം സിറ്റി മോഡൽ ഹൈദരാബാദിൻ്റെ അതിൻ്റെക്കാളും അഡ്വാൻസ്ഡായ സ്റ്റേജിലുള്ള സംവിധാനം IKGS പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. 3600 കോടിയുടെ ജോയിൻറ്റ് വെഞ്ചറാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ അവിടെ വരുന്ന കമ്പനികളുടെ നിക്ഷേപം കൂടി കണക്കാക്കിയാൽ അതൊരു 10,000 കോടി രൂപ വരെ വരാമെന്നാണ് കണക്കാക്കുന്നത്. ഒരു JV അത് IKGS വന്നതും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തോന്നയ്ക്കലുള്ള കിൻഫ്രയുടെ പാർക്ക് അത് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യും. പിന്നെ ഇവിടെ തന്നെ തിരുവനന്തപുരത്തെ യൂണിറ്റി മാൾ അത് നവംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും ഈ IKGS ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.